വൻകിട ബോട്ടിൽ പ്രത്യേകതരം ലൈറ്റ് ഉപയോഗിച്ച് ആഴക്കടലിൽ നിന്നും മത്സ്യം വാരുന്നു. നിയമവിരുദ്ധമായാണ് ഈ മത്സ്യബന്ധനം. ഇത്തരം ബോട്ടുകൾ അഴീക്കലിൽ നിന്നും ഫിഷറീസ് അധികൃതർ പിടികൂടി. വൻതോതിൽ മത്സ്യം ഉൾപ്പെടെയാണ് പിടികൂടിയത്. കർണാടകയിൽ നിന്ന് അനധികൃതമായ മത്സ്യബന്ധനത്തിനായി നിരവധി ബോട്ടുകളാണ് കണ്ണൂരിന്റെ തീരങ്ങളിലേക്ക് എത്തുന്നത്. ആഴക്കടൽ മത്സ്യസമ്പത്ത് ആകെ ഊറ്റിയെടുക്കുന്ന ഇതര സംസ്ഥാന ലോബി നമ്മുടെ തീരങ്ങളിലും വ്യാപകമാവുകയാണ്. അഴീക്കൽ തീരത്തു നിന്നും ഇത്തരത്തിലുള്ള വൻ ബോട്ടുകൾ പിടികൂടിയിട്ടുണ്ട്. കർണാടക മേഖലയിലെ തീരങ്ങളാകെ ഊറ്റിയെടുത്ത ഈ സംഘം ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് കണ്ണൂർ തീരങ്ങളെയാണ്. ഇവിടെയും ഇത്തരത്തിൽ നിരവധി ബോട്ടുകൾ എത്തുന്നുണ്ട്. ലൈറ്റുകൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് ഈ കടൽ സമ്പത്താകെ ഈ സംഘം ഊറ്റിയെടുക്കുന്നത്. നമ്മുടെ തീരങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ദാ ഇങ്ങനെ കെട്ടിയിടേണ്ട അവസ്ഥയിലാണ്. മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കുന്ന ലൈറ്റ് ഫിഷിങ്ങിനായി എത്തിയ ബോട്ടുകൾ അഴീക്കലിൽ ഫിഷറീസ് അധികൃതർ പിടികൂടി. കർണാടക തീരത്തു മാത്രം മത്സ്യബന്ധനത്തിന് അനുമതിയുള്ള ബോട്ടുകളാണ് അനധികൃതമായി കേരള തീരത്തേക്ക് എത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് കർണാടകത്തിൽ നിന്ന് 3 ബോട്ടുകൾ എത്തിയത്. അതിശക്തമായ ലൈറ്റുകൾ ഉപയോഗിച്ചാണ് ഈ ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നത്. പ്രത്യേക ലൈറ്റിൽ ആകർഷിച്ച് ആഴക്കടലിൽ നിന്നും മത്സ്യങ്ങൾ പൂർണ്ണമായും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും. ഇത് മറ്റൊരു ബോട്ടിൽ എത്തി പൂർണ്ണമായും വാരിയെടുക്കുന്നതാണ് ഇവരുടെ രീതി. ഇത് മത്സ്യസമ്പത്ത് പാടെ ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വലിയ പ്രതിസന്ധിയെയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നതെന്നും ലൈറ്റ് ഫിഷിംഗ് വ്യാപകമായതോടെ മത്സ്യം കിട്ടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും പരമ്പരാഗത ചെറുതൊഴിൽ കമ്മിറ്റി സെക്രട്ടറി കെ രാജീവൻ പറഞ്ഞു. ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണഗതിയിൽ പാച്ചിവല എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. അടിത്തട്ടിലെ മത്സ്യം പിടിക്കുന്നൊരു ജോലിയായിരുന്നു അത് സാധാരണഗതിയിൽ നമ്മൾ മുന്നോക്കം എടുക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതലായിട്ടും. നമുക്ക് വടക്ക് നിന്നുള്ള കാറ്റ് വരുമ്പോൾ നമുക്ക് മത്സ്യം കൂടുതൽ കിട്ടലാണ്. എന്നാൽ ഈ ലൈറ്റിട്ട് മീൻപിടുത്തം വന്നതോടുകൂടി ജനുവരി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥയിലാണ്. ദാരിദ്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എന്നെ പോലെയുള്ള കൂട്ടർ തന്നെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സ്ഥാപനമില്ലാത്ത തൊഴിലാളികളെ ഇതിലേറെ ബാധിക്കും. നമ്മളൊരു 2 തൊഴിലുള്ള ആളാണ്, എന്നാലും നമ്മൾ തന്നെ നന്നായി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കേരളത്തെ കൂടി നശിപ്പിക്കാനുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ്. ഇത്തരം ബോട്ടുകൾ കേരള തീരത്ത് പ്രവേശിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പരമ്പരാഗത ചെറുതൊഴിൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം കെ സുഗുണനും പറഞ്ഞു. അപ്പോൾ ഇത് ഗവൺമെൻറ് അവരെ നിർത്താനാക്കാനുള്ള പോലീസ് കോസ്റ്റലുണ്ട്. അവരെല്ലാം ഗവൺമെൻറ് പറഞ്ഞാലേ അവർ പോവുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് അവർ വേണം ഇതിനെ നിർത്തലാക്കാൻ വേണ്ടി. അല്ലാതെ നമുക്ക് ഈ സാധാരണ പരമ്പരാഗത മത്സ്യത്തിലുള്ള ഒരു 2 ബോട്ടോ 3 ബോട്ടോ ഒന്നും കഴിഞ്ഞിട്ട് പറയാം. കാരണം അവർ വലിയൊരു കപ്പൽ പോലത്തെ സാധനമാണ്. അതിനെല്ലാ സജ്ജീകരണം കൊണ്ട് വരുന്നതാണ് അവർ. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. ഇത് ഗവൺമെൻറ് ഇവിടുത്തെ ഗവൺമെൻറ് ഇല്ലാണ്ടാക്കണം. ഏത് ഗവൺമെൻറ് ആയാലും, വരുന്ന ഗവൺമെൻറ് ആയാലും ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ആയാലും അവരിത് നിർത്തലാക്കേണ്ടത് ഇത് നോക്കണം. ഈ പറഞ്ഞ ഈ ബോട്ടുകാർ ഈ പറഞ്ഞ പവർ ലൈറ്റ് ഇട്ടിട്ട് വരുന്നില്ലേ, അവർ പിടിച്ചു തീർക്കുന്നുണ്ട്. അതും അങ്ങനെ ഈ പറഞ്ഞ സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ എല്ലാം നഷ്ടമാക്കിയിട്ടാണ് വരുന്നത്. കർണാടക തീരത്തെ മത്സ്യസമ്പത്ത് പൂർണ്ണമായും കഴിഞ്ഞതോടെയാണ് ഇത്തരം ബോട്ടുകൾ കേരള തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. അനധികൃതമായി നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളെ കൃത്യമായി പിടികൂടാനുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതിന് എന്തെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കണോ അതൊക്കെ തന്നെ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തേണ്ടതുണ്ട്. സാങ്കേതികമായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയല്ല ഫിഷറീസ് വകുപ്പ് ചെയ്യേണ്ടത്. ഇവിടെ അനധികൃതമായി എത്തുന്ന ഓരോ ഇതര സംസ്ഥാന ബോട്ടും പിടിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ വകുപ്പിന് ഉണ്ടായേ മതിയാകൂ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.